നമ്മളിന്ന് മുഷിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. ഇത് വൃത്തിയാക്കിയാണ് കൊടുക്കുന്നത്. വലിയ മുഷിയുടെ 3-4 മാസം കൊണ്ട് നമുക്ക് എത്രത്തോളം ഈ മുഷി വലുതായെന്ന് നോക്കാം. ഇതിനകത്തൊരു 20 മുഷിയോളം ഉണ്ട്. ഈ മുഷി എത്രത്തോളം 4 മാസം കൊണ്ട് വലിപ്പം വെച്ചു നമുക്ക് നോക്കാം. കുടൽ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. കുടലെടുത്തിരിക്കുന്നു. വെള്ളം ക്ലീൻ ചെയ്ത് നമുക്ക് കുടൽ മാറ്റാം. ആ പാത്രം കൂടിയാണ് അടുത്ത്. നല്ല അടുത്തെടുത്ത് നാല് മാസത്തെ വളർച്ചയാണ് ഈ മുഷികൾക്കുള്ളത്. നമുക്ക് 4 മാസം കൊണ്ട് നമ്മളിപ്പോൾ ഇതിനെ വളർച്ചയാണ്. കണ്ടോ, ഇതിനകത്ത് 20ഓളം മുഷിയാണ്. നമുക്കിത് വെളിയിലെടുത്ത് എല്ലാവരെയും കാണിക്കാം. നമുക്ക് 4 മാസം കൊണ്ട് വളർച്ചയുള്ള മുഷികളെ മൊത്തം നമ്മൾ ഈ ചെറിയൊരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്തിടാൻ പോവുകയാണ്. ബേസിനിലോട്ട് എടുത്തിടാൻ പോവുകയാണ്. എടുത്തിട്ട് നമുക്ക് ആ ടാങ്ക് ക്ലീൻ ചെയ്യണം. കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് മണ്ണിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിടാൻ മണ്ണും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. മണ്ണ് മുഷിയിട്ട് വേണം നമുക്കിടാം. ഒരു മുഷിയെ ഉണ്ട് ഇടാൻ പോവുകയാണ്. ആ മുഷിയെ ഒരു മുഷി വീണിട്ടുണ്ട് ഇതിനകത്ത്. കിട്ടിയിരിക്കുന്നു. ഇതിനകത്ത് തന്നെ പല വലുപ്പമുള്ള മുഷികളുണ്ട് കേട്ടോ. പല വലുപ്പമാണ് മുഷികൾക്കെല്ലാം. 4 മാസമായെങ്കിലും ഇതിനകത്ത് വലുപ്പക്കുറവും ഇത് കണ്ടോ. 4 മാസം കൊണ്ട് ഇത്ര വളർന്നിട്ടുള്ളത്. ഇതിൻ്റെ 3 ഇരട്ടി വളർന്ന മുഷികളാണ് മറ്റേ. ഇതിനകത്ത് വന്നിരിക്കുന്ന മുഷികൾ വെറൈറ്റി സാധനമാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ മുഷിയുണ്ട് നമ്മുടെ. ഇത് 2 പീസുണ്ട്. ഒന്നും ചാടിപ്പോയിരിക്കുന്നു വെളിയിൽ. ഇത് നമുക്ക് ഇതിനകത്ത് ഇടാൻ പിടിച്ച് നന്നായി ഗൈസ്. വെള്ളം നടത്തിയിട്ട് ഇട്ടാൽ മതി. അടുത്ത ഒരു വൈറ്റ് കളർ മുഷിയും കൂടെ കിട്ടിയിരിക്കുകയാണ്. അത് വൈറ്റാണ്. ചാടിപ്പോയി. ഈ മുഷി ചാടി വെളിയിൽ പോയാലും ഒരു കുഴപ്പമില്ല. ഇത് ഈ മുഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂറൊക്കെ ഇങ്ങനെ വെളിയിൽ കിടക്കുന്നതാണ് നമുക്കുള്ള അറിവ്. നമ്മുടെ കാലിൽ എല്ലാ മുഷികളെയും നമ്മൾ പിടിച്ചിരിക്കുകയാണ്. ഒരു മുഷിയുടെ വെളിയിൽ ചാടിപ്പോയി നമുക്ക് പിടിക്കാം. ഓക്കെ,
നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു ബാച്ചിലെ ഏറ്റവും ചെറിയ മുഷിയാണിത്. ഈ ഒരു ബാച്ചിൽ ഞാൻ ഇട്ടിരുന്നതിനകത്തുനിന്ന് ഏറ്റവും ചെറിയ മുഷിയാണ്. ഇതിന് ബാക്കിയുള്ള ആരും ഫുഡൊന്നും കൊടുക്കുന്നില്ല. ബാക്കിയെല്ലാം മുഷി ഒരുമിച്ച് അറിയുക. നമുക്ക് ബാക്കിയുള്ള പണിയിൽ ചെയ്യാം. കോഴിക്ക് കൊടുക്കാനുള്ള, കോഴിക്കല്ല നമ്മുടെ മുഷിക്ക് കൊടുക്കാനുള്ള മുഷിയുടെ കുഴിമന്തി നമുക്ക് വൃത്തിയാക്കാം. ഓക്കെ, കുടലെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 6 കോഴിയുടെ കുടലാണ് ഇത്ര. ഇതൊന്നും കൊണ്ട് വെള്ളത്തിട്ടേക്കാം. നമുക്ക് ആദ്യം തന്നെ മുഷികളെല്ലാം പിടിച്ച് ടാങ്കിലോട്ടിടാം. ഒന്നും തന്നെ കയറിയിട്ടില്ല. അതെ, ഒരു മുഷിക്കുട്ടൻ വെളിയിൽ ചാടിയിരിക്കുന്നു. ഇതിന് നല്ല മുള്ളുണ്ട് കേട്ടോ. നല്ല മുള്ളുള്ളതുകൊണ്ട് കയ്യിൽ കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇട്ട് പിടിച്ചാൽ മതി. ഓക്കെ, അത് ഞാൻ ഇട്ടേക്കാം. ഇതുപോലെ ഒരു വൈറ്റ് മെഷീൻ കൊണ്ട് അതിനെയും കൂടെ നമുക്ക് ഇടാം. എന്നിട്ട് ബാക്കിയുള്ളതിനെ ഇട്ടാൽ മതി. അത് നിങ്ങൾ രണ്ട് ഇച്ചിരി ഡേഞ്ചറാണ്. അതിൻ്റെ മറ്റേതിനേക്കാളും ഇച്ചിരി എളുപ്പമുള്ളതാണ്. അത് ഏകദേശം 1 അടിയോളം ഉണ്ട്. അതൊന്നും അറിയില്ലല്ലോ. എല്ലാം ഏകദേശം 1 അടിയോളം ഉണ്ട്. 4 മാസത്തെ വലിപ്പം എന്ന് പറയുമ്പോൾ 1 അടി പുറത്ത് വരേണ്ടതാണ്. ഒഴിക്കുകയാണ്.
എല്ലാം നല്ല വലുപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരടി പുറത്തായി. Vamos a